നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില സിനിമകൾക്ക് കയറുകയും ആ സിനിമ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും നിറഞ്ഞ സംതൃപ്തിയോടുകൂടി നമ്മൾ തിയേറ്റർ വിടുകയും ചെയ്യുന്ന അനുഭവം എനിക്ക് ആദ്യമായിട്ടല്ല, ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ തുടർച്ച നൽകിയിട്ടുള്ള ഒരു സിനിമയാണ് വിശേഷം. ഈ സിനിമ സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു സാഹസിക പ്രവൃത്തിയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലേക്ക് അടുപ്പിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയിലെ നായകനാണ്. ഈ സിനിമയിലെ നായകനെ അദ്ദേഹം വലിയൊരു ആക്ടറോ ഒന്നുമല്ല. ആനന്ദ് മധുസൂദനൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയണമെന്നില്ല. പക്ഷെ ആനന്ദ് മധുസൂദനൻ ചെയ്തിട്ടുള്ള ഒരു പാട്ട് മലയാള സിനിമയിലെ പാട്ടുകൾ കേൾക്കുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും ആ പാട്ട് മൂളിയിട്ടുണ്ടാവും. അത്രയും വലിയൊരു ഹിറ്റായ ഒരു പാട്ട് സൃഷ്ടിച്ച ആളാണ്. ആ പാട്ട് മറ്റൊന്നുമല്ല, പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം. ഈ പാട്ട് കേൾക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള നൊസ്റ്റാൾജിയൊക്കെ തുള്ളി തൂവുന്ന ടൈപ്പ് ഓഫ് ഒരു പാട്ടായിരുന്നു. ഈ പാട്ടിന്റെ സൃഷ്ടാവാണ് ഇദ്ദേഹം. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകൾക്ക്, പ്രത്യേകിച്ചും പ്രേതം, പിന്നെ പ്രേതത്തിന്റെ 1, 2 ഭാഗങ്ങൾ, പിന്നെ കമല എന്നുള്ള സിനിമ, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് മ്യൂസിക് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഹിറ്റായ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള ഒരു പാട്ടായിരുന്നു. അദ്ദേഹം ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ, അതും പ്രധാന കഥാപാത്രം, നായക തുല്യമായിട്ടുള്ള ഒരു വേഷം, അല്ലെങ്കിൽ നായകൻ തന്നെയാണ് ഈ സിനിമയില്. അങ്ങനെയുള്ള ഒരാൾ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ അധികം തിരക്കൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഈ സിനിമ കാണണമെന്ന് തോന്നി. ആ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ആ പാട്ട് ചെയ്തൊരു മ്യൂസിക് ഡയറക്ടർ നായകനാകുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലൊക്കെ വരുമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറിയ സിനിമ വളരെ നല്ലൊരു പുതുമയേറിയ ഒരു സബ്ജക്ട്. ആ സബ്ജക്റ്റിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എനിക്ക് ഈ സിനിമയിൽ കാണുവാനായിട്ട് സാധിച്ചു. ഇതൊരു ചെറിയ ചിത്രമാണ്. ഈ സിനിമയുടെ സബ്ജക്ട് പറയുകയാണെങ്കിൽ അതിന്റെ ട്രെയിലറിൽ തന്നെ അതിലേക്ക് ഒരു ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സ്പോയിലർ ആവാനുള്ള സാധ്യതയൊന്നുമില്ല. വിശേഷം എന്നുള്ള ഇതിന് നമ്മൾ എപ്പോഴും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഒന്നാണ്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വിശേഷം ഒന്നും ആയില്ല എന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിൽ ഊന്നിയിട്ടാണ് ഈ സിനിമയുടെ ഒരു സബ്ജക്ട് മുന്നോട്ട് പോകുന്നത്. ഒരാൾ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുന്നതും അയാൾ എന്ത് ജോലി നേടണം എന്നുള്ളതും, അയാൾ ജോലി നേടിക്കഴിഞ്ഞാൽ അയാൾ വിവാഹം കഴിച്ചു, അയാൾക്ക് ഇനി എപ്പോ അയാളും അയാളെ ഭാര്യയും കൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അയാൾക്ക് എപ്പോ കുഞ്ഞ് വേണം എന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ, നാട്ടുകാരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്നത്. നമ്മൾ 30 വയസ്സായിട്ടും കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് വലിയൊരു പാതകമായിട്ട് കരുതുകയും നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് നമുക്ക് സാധിക്കാതെ വരികയും, ഇനി ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ആ കല്യാണം കഴിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരു സ്വകാര്യ തീരുമാനം ആണെന്നിരിക്കെ അതിലേക്ക് കൈകടത്തുന്ന നാട്ടുകാരായിട്ടുള്ള ഒരുപാട് അലവലാദികളുടെ നേർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ സിനിമ. ആ ആക്രമണം വളരെ സരസമായിട്ടുള്ള രീതിയിലാണ്, വളരെ സറ്റയർ ആയിട്ടുള്ള രീതിയിലാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. പലപ്പോഴും മാട്രിമോണിയൽ കോളങ്ങൾ കാണാറുണ്ട്, തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ വിവാഹമോചിതനായ അല്ലെങ്കിൽ വിവാഹമോചനം നേടിയ ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാർ ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് നേരെ പകർത്തി വെച്ചിരിക്കുന്ന പോലെ തോന്നും. നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ അഭിപ്രായം പറയണം, മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇടപെടണം, അതിനൊക്കെയുള്ള ഒരു അതിർവരമ്പ് എവിടം വരെയാണ്. നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ അയാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളോട് ചോദിക്കാം, ഇതിനൊക്കെ ഈ സിനിമ വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ നായകൻ എന്നുകൊണ്ട് തന്നെ ഇതിലെ പാട്ടുകളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. അവസാനത്തെ ഒരു പാട്ടിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നി. കാരണം ആ ലാസ്റ്റ് സോങ് പ്ലേസ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു. സിനിമയുടെ ടോട്ടൽ ഒരു പേസിന് അത് സ്വല്പം താഴോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മുകളിലാണ് ആനന്ദ് മധുസൂദനൻ എന്ന നേരത്തെ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ഈ സിനിമയിലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്തിരിക്കുന്ന സൂരജ് ടോമാണ്. അപ്പൊ സംവിധാനം ഒഴികെ 3 കാര്യങ്ങൾ, പിന്നെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു മ്യൂസിക് ഡയറക്ഷൻ, ഒപ്പം തന്നെ ഇതിന്റെ BGM, പശ്ചാത്തല സംഗീതം, ഒപ്പം ഇതിലെ പാട്ടുകളുടെ വരികൾ, വളരെ നല്ല രസകരമായിട്ടുള്ള വരികളുണ്ട്. അത്ഭുതമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കറക്റ്റ് ആ മൂഡിന് അത്രയും സിങ്ക് ആയിട്ട് പോകുന്ന ലിറിക്സ് ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിന്നെ സിനിമയെ വളരെ എന്റർടൈനിങ് ആയിട്ട് ചേർത്ത് നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് നമ്മുടെ അൽത്താഫാണ്. മന്ദാകിനിക്ക് ശേഷം അൽത്താഫിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നമുക്ക് കാണാവുന്നതാണ്.
പിന്നെ എടുത്തു പറയേണ്ട ഒരാള് ചിന്നു ചാന്ദിനിയാണ്. ചിന്നു ചാന്ദിനി തമാശ സിനിമയിലും അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ, ഇപ്പോൾ കാതൽ എന്ന സിനിമയിൽ അഡ്വക്കേറ്റ് ആയിട്ട് വന്നു. ഏതൊരു സിനിമയാണെങ്കിലും തന്റേതായിട്ടുള്ള ഒരു ആക്ടിങ് സിഗ്നേച്ചർ ഇടുന്ന ഒരു കക്ഷിയാണ് ചിന്നു ചാന്ദിനി. ചിന്നു ചാന്ദിനിയുടെ സജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ, ആ പോലീസ് കോൺസ്റ്റബിൾ കടന്നു പോകുന്ന വളരെ ദുരിതം നിറഞ്ഞ ഒരു ജീവിത വഴികൾ, ആ വഴികളിലൊക്കെ അവര് സ്വയം ആർജിച്ചെടുക്കുന്ന ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടും അവർ ചില സമയത്ത് തകർന്നു പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് എത്ര തന്നെ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ചില മൊമെന്റിൽ നമ്മൾ തകർന്നു പോകും. പക്ഷെ തിരിച്ച് നമ്മൾ വീണ്ടും പഴയൊരു ട്രാക്കിലേക്ക് എത്താനുള്ള അവരൊരു പരിശ്രമം, അതൊക്കെ വളരെ നാച്ചുറലായിട്ട് വിശ്വസനീയമായ രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ ചിന്നു ചാന്ദിനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്യാമറ, സാഗർ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറമാനാണ് ഈ സിനിമയുടെ ക്യാമറ ചെയ്തിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാമറ ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നമ്മൾ ഓരോ സീനുകളോടും തീർച്ചയായിട്ടും ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ കഥയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാമറ ആഖ്യാന രീതിയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതെല്ലാം വളരെ മനോഹരമായിരുന്നു. പുതുമയേറിയ വിഷയങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചലച്ചിത്ര പ്രേക്ഷകന് വളരെയധികം രസകരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് വിശേഷം എന്ന സിനിമ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, നമുക്ക് നേരെ നീട്ടുന്ന ഒരു കനത്ത പ്രഹരം തന്നെയാണ് ഈ സിനിമ. ഒരാളുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, അയാൾ വിവാഹം കഴിക്കുന്ന പ്രായത്തിനെ സംബന്ധിച്ചാണെങ്കിലും, അയാൾ വിവാഹം കഴിക്കുന്ന സമയത്തെ സംബന്ധിച്ചാണെങ്കിലും, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോൾ കുട്ടി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും, എത്ര മക്കൾ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും, എല്ലാത്തിലും നമ്മൾ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ? ആ രണ്ട് ദമ്പതികൾക്കപ്പുറം ആ കാര്യത്തിൽ മറ്റൊരാൾക്കും തന്നെ അഭിപ്രായം പറയാൻ സത്യത്തിൽ അവകാശമില്ല. അവിടെ പലരും ഇടപെടുന്നുണ്ട്, മതം ഇടപെടുന്നുണ്ട്, സമൂഹം ഇടപെടുന്നുണ്ട്, ബന്ധുക്കൾ ഇടപെടുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരെല്ലാം തന്നെ ഒന്ന് കരുതിയിരിക്കുക. എല്ലാവരും നമ്മൾ പറയുന്ന അനാവശ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേട്ട് സഹിച്ച് ഇരിക്കണമെന്നില്ല. കാലമൊക്കെ മാറി തുടങ്ങി. ഈ സിനിമയിലെ ഷിജു ഭക്തനെ പോലെയും സജിത എന്ന കോൺസ്റ്റബിളിനെ പോലെയും കൃത്യമായിട്ട് അവർ പ്രതികരിച്ചെന്നിരിക്കും. അത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു വലിയ ഊർജം കൂടിയാണ് ഈ സിനിമ. അപ്പൊ എല്ലാവർക്കും വളരെ നിറഞ്ഞ മനസ്സോടുകൂടി വിശേഷം എന്ന സിനിമയ്ക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. Dream Life Art Hub, located between Kottapuram Shiva Temple and Vaididi Bhavan, Thrissur. Call 8129715520.